എപ്പോഴും ഓർക്കുക, ദൈവം ആത്മാവിനെ നൽകുന്നത് അളന്നല്ല. അളന്നുകൊണ്ടല്ല ദൈവം ഒരു മനുഷ്യനിൽ കൃപ നിക്ഷേപിക്കുന്നത്. അളന്നുകൊണ്ടല്ല ഒരു മനുഷ്യന് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നത്. അളവിനും അപ്പുറമാണ് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ്. അളവിനും അപ്പുറമാണ് ദൈവം നിനക്കൊരുക്കി വച്ചിരിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ. ദൈവത്തിൽ നിന്ന് വരുന്നവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കും. അവൻ ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമിയിലുള്ളവൻ ഭൗമികമായ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു നിമിഷമാണിത്. ദൈവം നിൻ്റെ ഉള്ളിൽ പരിധികളില്ലാതെ ആത്മാവിനെ വർഷിക്കാനും അനുഗ്രഹങ്ങൾ തരാനും കൃപകൾ ചൊരിയാനും ആഗ്രഹിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾ സംസാരിക്കാനാണോ, അതോ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതനാകാനാണോ? ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, പരിധികളില്ലാതെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പരിധികളില്ലാതെ എനിക്ക് അനുഗ്രഹങ്ങളും കൃപയും തരാൻ നീ തയ്യാറാണ്. അത് സ്വീകരിക്കാനും അത് ജീവിക്കാനുമുള്ള കൃപ എനിക്ക് നീ തരണം. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പം, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ